നമസ്കാരം. ജ്യോതിഷലോകം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ ഗൗരവമുള്ളതും എന്നാൽ നമ്മളിൽ പലരും തീരെ ശ്രദ്ധിക്കാത്തതുമായ ഒരു കാര്യത്തെക്കുറിച്ചാണ്. നമ്മൾ എല്ലാവരും വീട് വെക്കുമ്പോൾ വാസ്തു നോക്കാറുണ്ട് അല്ലേ? കന്നിമൂല എവിടെയായിരിക്കണം, അടുക്കള എവിടെ വരണം, പൂജാമുറി എങ്ങോട്ട് തിരിഞ്ഞിരിക്കണം എന്നൊക്കെ നമ്മൾ വലിയ വലിയ വാസ്തു പണ്ഡിതന്മാരെ കൊണ്ട് ചോദിച്ച് മനസ്സിലാക്കി ലക്ഷങ്ങൾ മുടക്കി വീട് പണിയുന്നു. എന്നിട്ടും ആ വീട്ടിൽ താമസം തുടങ്ങുമ്പോൾ സമാധാനം കിട്ടുന്നുണ്ടോ? പലരുടെയും പരാതിയാണത്. വീടൊക്കെ വാസ്തുപ്രകാരം വെച്ചു, പാലുകാച്ചിലും ഗംഭീരമായി നടത്തി, പക്ഷേ ആ വീട്ടിൽ കയറി താമസിച്ച അന്നു മുതൽ പ്രശ്നങ്ങളാണ്. അകാരണമായ വഴക്കുകൾ, അസുഖങ്ങൾ, പണത്തിന് എപ്പോഴും ഒരു ഞെരുക്കം. എന്താണിതിന് കാരണം എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? വീടിന്റെ വാസ്തു മാത്രം നോക്കിയാൽ പോരാ. വീടിനുള്ളിൽ നമ്മൾ വെക്കുന്ന ഓരോ സാധനങ്ങൾക്കും ഓരോ സ്ഥാനമുണ്ട്. വാസ്തു പോലെ തന്നെ പ്രധാനമാണ് വീടിനുള്ളിലെ വസ്തുക്കളുടെ സ്ഥാനവും. ഒരു സൂചി വെക്കുന്നതിന് പോലും അതിൻ്റെതായ ഒരു ദിശയും സ്ഥാനവും നമ്മുടെ ശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. നമ്മൾ അലക്ഷ്യമായി വലിച്ചുവാരിയിടുന്ന പല സാധനങ്ങളും നമ്മുടെ വീടിന്റെ ഐശ്വര്യം കെടുത്തുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്നും എങ്ങനെയൊക്കെയാണ് സാധനങ്ങൾ ക്രമീകരിക്കേണ്ടതെന്നും ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതൊക്കെ ഒരു വലിയ കാര്യമാണോ എന്ന്. പക്ഷേ വിശ്വസിക്കുക, നമ്മുടെ ജീവിതത്തിലെ വലിയ വലിയ മാറ്റങ്ങൾക്ക് പിന്നിലും ഇതുപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക. ആദ്യം തന്നെ നമുക്ക് വീടിന്റെ പ്രധാന വാതിലിൽ നിന്ന് തന്നെ തുടങ്ങാം. ഐശ്വര്യം വരുന്ന വഴിയാണ് പ്രധാന വാതിൽ. നമ്മൾ പുറത്തു പോയിട്ട് വരുമ്പോൾ ചെരുപ്പുകൾ എവിടെയാണ് അഴിച്ചിടുന്നത്? മിക്കവാറും വീടുകളിൽ ഉമ്മറത്ത് തന്നെ തോന്നിയ പോലെ ചെരുപ്പുകൾ വലിച്ചുവാരിയിട്ടിട്ടുണ്ടാകും. ഇത് വലിയൊരു ദോഷമാണ്. വീടിന്റെ പ്രധാന വാതിലിന് നേരെ മുന്നിലായി ഒരിക്കലും ചെരുപ്പുകൾ അഴിച്ചിടരുത്. അത് വീടിനുള്ളിലേക്ക് വരുന്ന ലക്ഷ്മി ദേവിയെ തടയുന്നതിന് തുല്യമാണ്. ചെരുപ്പുകൾ എപ്പോഴും വാതിലിന്റെ ഒരു വശത്തായി ഒതുക്കി വെക്കണം. കഴിയുമെങ്കിൽ ഒരു ചെരുപ്പ് സ്റ്റാൻഡ് വാങ്ങി അതിൽ വെക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അതുപോലെ തന്നെ പ്രധാന വാതിലിന് പുറകിലായി ചൂല് ചാരി വെക്കുന്ന ശീലം പലർക്കുമുണ്ട്. അതും ഒഴിവാക്കണം. ആരും കാണാത്ത ഒരിടത്താവണം ചൂല് വെക്കേണ്ടത്. ഇനി നമുക്ക് സ്വീകരണ മുറിയിലേക്ക് കടക്കാം. നമ്മൾ അതിഥികളെ സ്വീകരിക്കുന്ന ഇടമാണ് സ്വീകരണ മുറി. ഇവിടെ നമ്മൾ സോഫയും ടിവിയും ഒക്കെ വെക്കാറുണ്ട്. ഈ സോഫ വെക്കുന്നതിനൊരു കണക്കുണ്ട്. എപ്പോഴും വീടിന്റെ തെക്ക് ഭാഗത്തോ അല്ലെങ്കിൽ പടിഞ്ഞാറ് ഭാഗത്തോ വേണം ഭാരമുള്ള സാധനങ്ങൾ വെക്കാൻ. അതുകൊണ്ട് സോഫ സെറ്റുകൾ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വരുന്നതാണ് ഉത്തമം. ഇനി ടിവിയുടെ കാര്യം നോക്കാം. ഇക്കാലത്ത് ടിവി ഇല്ലാത്ത വീടുകൾ കുറവാണ്. ഈ ടിവി വെക്കേണ്ടത് എപ്പോഴും തെക്ക് കിഴക്ക് ദിശയിലായിരിക്കണം. വടക്ക് കിഴക്ക് ഭാഗത്ത് ടിവി വെക്കുന്നത് ഒഴിവാക്കുക. കാരണം വടക്ക് കിഴക്ക് എന്ന് പറയുന്നത് ഈശാനക്കോണാണ്. ദൈവങ്ങളുടെ സ്ഥാനമാണത്. അവിടെ ടിവി വെച്ച് ശബ്ദമുണ്ടാക്കുന്നത് ആ സ്ഥലത്തിന്റെ പരിശുദ്ധിയെ ബാധിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഘടികാരമാണ്. സമയം നോക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ക്ലോക്ക്. സമയം എന്ന് പറയുന്നത് കാലമാണ്. കാലം ഈശ്വരനാണ്. അതുകൊണ്ട് ക്ലോക്ക് വെക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഒരിക്കലും വീടിന്റെ തെക്ക് ഭാഗത്തെ ഭിത്തിയിൽ ക്ലോക്ക് തൂക്കരുത്. തെക്ക് എന്ന് പറയുന്നത് യമന്റെ ദിശയാണ്, മരണത്തിന്റെ ദിശ. അവിടെ സമയം നോക്കുന്ന യന്ത്രം വെക്കുന്നത് ആയുസ്സിന് ദോഷം ചെയ്യും എന്നാണ് വിശ്വാസം. ക്ലോക്ക് എപ്പോഴും കിഴക്ക് ഭാഗത്തെ ഭിത്തിയിലോ വടക്ക് ഭാഗത്തെ ഭിത്തിയിലോ അല്ലെങ്കിൽ പടിഞ്ഞാറ് ഭാഗത്തെ ഭിത്തിയിലോ തൂക്കാം. ഇതിൽ തന്നെ കിഴക്കും വടക്കുമാണ് ഏറ്റവും ഉത്തമം. കുബേരന്റെ ദിശയാണ് വടക്ക്. അവിടെ ക്ലോക്ക് വെക്കുന്നത് സാമ്പത്തിക അഭിവൃദ്ധിക്ക് കാരണമാകും. അതുപോലെ തന്നെ മറ്റൊരു പ്രധാന കാര്യമാണ് ഓടാത്ത ക്ലോക്കുകൾ. ബാറ്ററി തീർന്നതോ കേടായതോ ആയ ക്ലോക്കുകൾ ഒരു നിമിഷം പോലും വീട്ടിൽ വെക്കരുത്. അത് നമ്മുടെ സമയത്തെ നിശ്ചലമാക്കുന്നതിന് തുല്യമാണ്. പുരോഗതിയെ അത് തടസ്സപ്പെടുത്തും. അതുകൊണ്ട് കേടായ ക്ലോക്കുകൾ ഒന്നെങ്കിൽ നന്നാക്കുക അല്ലെങ്കിൽ ഉപേക്ഷിക്കുക. ചില്ലുപൊട്ടിയ ക്ലോക്കുകളും വീട്ടിൽ വെക്കാൻ പാടില്ല. ഇനി നമുക്ക് കണ്ണാടിയുടെ കാര്യം നോക്കാം. കണ്ണാടി വെറുതെ മുഖം നോക്കാൻ മാത്രമല്ല, അത് ഊർജത്തെ പ്രതിഫലിപ്പിക്കുന്ന ഒരു വസ്തു കൂടിയാണ്. കണ്ണാടി വെക്കുന്ന സ്ഥാനം തെറ്റിയാൽ അത് വീടിന്റെ സമാധാനത്തെ ബാധിക്കും. കിടപ്പുമുറിയിൽ കട്ടിലിന് നേരെ കണ്ണാടി വെക്കുന്നത് ഒഴിവാക്കണം. നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ പ്രതിബിംബം കണ്ണാടിയിൽ കാണാൻ പാടില്ല. ഇത് ദമ്പതികൾക്കിടയിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കാനും ഉറക്കക്കുറവിനും കാരണമാകും. ഇനി അഥവാ കണ്ണാടി മാറ്റാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ രാത്രി ഉറങ്ങുമ്പോൾ അതിനു മുകളിൽ ഒരു തുണി വിരിച്ചിടുക. എന്നാൽ ഡൈനിങ് ഹാളിൽ കണ്ണാടി വെക്കുന്നത് വളരെ നല്ലതാണ്. നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് കണ്ണാടിയിൽ കാണുന്നത് ഭക്ഷണത്തിന്റെ സമൃദ്ധിയെ സൂചിപ്പിക്കുന്നു. അത് അന്നത്തിന് മുട്ടുണ്ടാക്കില്ല എന്നാണ് വിശ്വാസം. വീടിനുള്ളിൽ നമ്മൾ പലതരം ഫോട്ടോകൾ തൂക്കാറുണ്ട്. മരിച്ചുപോയ കാരണവന്മാരുടെ ഫോട്ടോകൾ, ദൈവങ്ങളുടെ ഫോട്ടോകൾ, അങ്ങനെ പലതും. ഇതിനും കൃത്യമായ സ്ഥാനങ്ങളുണ്ട്. മരിച്ചുപോയവരുടെ ഫോട്ടോകൾ എപ്പോഴും തെക്ക് ഭാഗത്തെ ഭിത്തിയിൽ വേണം വെക്കാൻ, വടക്കോട്ട് നോക്കിയിരിക്കുന്ന രീതിയിൽ. ഒരിക്കലും ദൈവങ്ങളുടെ ഫോട്ടോയുടെ കൂടെ മരിച്ചുപോയവരുടെ ഫോട്ടോ വെക്കരുത്. അത് വലിയ ദോഷമാണ്. ദൈവങ്ങൾ വേറെ, പിതൃക്കൾ വേറെ. അവർക്ക് കൊടുക്കേണ്ട സ്ഥാനം വേറെയാണ്. അതുപോലെ തന്നെ യുദ്ധത്തിന്റെ ചിത്രങ്ങൾ, കരയുന്ന കുട്ടികളുടെ ചിത്രങ്ങൾ, കപ്പൽ മുങ്ങുന്ന ചിത്രങ്ങൾ, ഇതൊന്നും വീട്ടിൽ വെക്കാൻ പാടില്ല. ഇതൊക്കെ നെഗറ്റീവ് എനർജി ഉണ്ടാക്കുന്ന ചിത്രങ്ങളാണ്. എപ്പോഴും സന്തോഷം തരുന്ന പൂക്കളുടെയോ ചിരിക്കുന്ന മുഖങ്ങളുടെയോ ചിത്രങ്ങൾ വെക്കാൻ ശ്രദ്ധിക്കുക. മഹാഭാരത യുദ്ധത്തിന്റെ ചിത്രം വീട്ടിൽ വെക്കുന്നത് കലഹങ്ങൾക്ക് കാരണമാകും എന്ന് പറയാറുണ്ട്. അടുത്തത് നമ്മുടെ അടുക്കളയാണ്. വീടിന്റെ ആമാശയമാണ് അടുക്കള. അവിടെയാണ് നമ്മൾ ഭക്ഷണം പാകം ചെയ്യുന്നത്. അടുക്കളയിൽ ഗ്യാസ് സ്റ്റൗ വെക്കുന്നത് തെക്ക് കിഴക്ക് മൂലയിലായിരിക്കണം.
പാചകം ചെയ്യുമ്പോൾ കിഴക്കോട്ട് നോക്കി നിൽക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ഇത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് വെള്ളത്തിന്റെ സ്ഥാനം. സിങ്കും ഗ്യാസ് സ്റ്റൗവും തൊട്ട് വെക്കരുത്. വെള്ളവും തീയും പരസ്പരം ശത്രുക്കളാണ്. അവ ഒന്നിച്ചു വരുന്നത് വീട്ടിൽ വഴക്കുകൾ ഉണ്ടാകാൻ കാരണമാകും. ഇനി സ്ഥലപരിമിതി മൂലം അടുത്തു വെക്കേണ്ടി വന്നാൽ അവയ്ക്കിടയിൽ ഒരു ചെറിയ മരത്തിന്റെ പാളിയോ മറ്റോ വെച്ച് വേർതിരിക്കുക. അടുക്കളയിൽ ഉപയോഗിക്കുന്ന കത്തി, കത്രിക തുടങ്ങിയ മൂർച്ചയുള്ള സാധനങ്ങൾ എപ്പോഴും എടുത്തു വെക്കാൻ ശ്രദ്ധിക്കണം. അവ പുറത്തു കാണുന്ന രീതിയിൽ വെക്കുന്നത് ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാക്കും. നമ്മൾ പണം സൂക്ഷിക്കുന്ന അലമാരയുടെ സ്ഥാനം എവിടെയാണെന്ന് നോക്കാം. പണം എന്ന് പറയുന്നത് ലക്ഷ്മിയാണ്. ലക്ഷ്മി ദേവി കുടിയിരിക്കേണ്ടത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്താണ്. അതുകൊണ്ട് പണം വെക്കുന്ന അലമാര വീടിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വെക്കുകയും അത് വടക്കോട്ട് തുറക്കുന്ന രീതിയിൽ ക്രമീകരിക്കുകയും വേണം. വടക്ക് കുബേരന്റെ ദിശയാണ്. അലമാര തുറക്കുമ്പോൾ കുബേരന്റെ ദൃഷ്ടി അതിലേക്ക് പതിയണം. ഇത് സാമ്പത്തിക വളർച്ചയ്ക്ക് സഹായിക്കും. ഒരിക്കലും പണം വെക്കുന്ന അലമാരയിൽ മുഷിഞ്ഞ തുണികളോ മറ്റു പാഴ്വസ്തുക്കളോ വെക്കരുത്. അത് ദാരിദ്ര്യത്തെ ക്ഷണിച്ചു വരുത്തും. അലമാര എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുക. കഴിയുമെങ്കിൽ അലമാരയ്ക്കുള്ളിൽ ഒരു ചെറിയ കണ്ണാടി വയ്ക്കുക. പണം ആ കണ്ണാടിയിൽ പ്രതിഫലിക്കുന്നത് പണം ഇരട്ടിക്കുന്നതിന് തുല്യമാണ്. വീട് വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്ന ചൂല് ലക്ഷ്മി ദേവിയാണെന്നാണ് സങ്കല്പം. കാരണം അത് വീട്ടിലെ ദാരിദ്ര്യമാകുന്ന പൊടിയെ അടിച്ചുമാറ്റുന്നു. അതുകൊണ്ട് ചൂലിനെ നമ്മൾ ബഹുമാനിക്കണം. ചൂലുകൊണ്ട് ആരെയും അടിക്കരുത്. ചൂലിൽ ചവിട്ടരുത്. ഉപയോഗം കഴിഞ്ഞാൽ ചൂല് എപ്പോഴും കിടത്തിയിടണം. നിർത്തിയിടുന്നത് ദോഷമാണ്. അതുപോലെ സന്ധ്യ കഴിഞ്ഞാൽ വീടടിച്ചു വാരാൻ പാടില്ല എന്ന് പഴമക്കാർ പറയുന്നത് വെറുതെയല്ല. സന്ധ്യാസമയം ലക്ഷ്മി ദേവി വീട്ടിലേക്ക് വരുന്ന സമയമാണ്. ആ സമയത്ത് പൊടി പറത്തുന്നത് ദേവിയെ അപമാനിക്കുന്നതിന് തുല്യമാണ്. അതുപോലെ പൊട്ടിയ ചൂല് ഉപയോഗിക്കരുത്. അത് സാമ്പത്തിക നഷ്ടമുണ്ടാക്കും. ഇനി നമുക്ക് കിടപ്പുമുറിയുടെ കാര്യം ഒന്നുകൂടി നോക്കാം. നമ്മൾ ദിവസത്തിന്റെ ഭൂരിഭാഗം സമയവും ചിലവഴിക്കുന്നത് കിടപ്പുമുറിയിലാണ്. നമ്മുടെ ഉറക്കം ശരിയല്ലെങ്കിൽ അത് നമ്മുടെ മനസ്സിനെയും ആരോഗ്യത്തെയും ബാധിക്കും. കട്ടിലിനടിയിൽ സാധനങ്ങൾ കുത്തിനിറയ്ക്കുന്ന ശീലം പലർക്കുമുണ്ട്. പഴയ ചെരുപ്പുകൾ, പെട്ടികൾ, തുരുമ്പെടുത്ത ഇരുമ്പ് സാധനങ്ങൾ ഇതൊന്നും കട്ടിലിനടിയിൽ വെക്കരുത്. ഇത് നമ്മുടെ ഉറക്കത്തെ തടസ്സപ്പെടുത്തുകയും പേടി സ്വപ്നങ്ങൾ കാണാൻ കാരണമാവുകയും ചെയ്യും. കട്ടിലിനടി എപ്പോഴും കാലിയായി കിടക്കണം. വായുസഞ്ചാരം സുഗമമായി നടക്കണം. അതുപോലെ തലവെക്കുന്ന ദിശയും പ്രധാനമാണ്. തെക്കോട്ട് തലവെച്ച് കിടക്കുന്നതാണ് ഏറ്റവും ഉത്തമം. കിഴക്കോട്ടുമാകാം, എന്നാൽ വടക്കോട്ട് തലവെച്ച് കിടക്കരുത്. അത് ആരോഗ്യത്തിന് വലിയ ദോഷം ചെയ്യും. ഭൂമിയുടെ കാന്തിക വലയത്തിന് എതിരാണത്. നമ്മുടെ വീട്ടിലെ ചെടികൾക്കും വാസ്തുവിൽ സ്ഥാനമുണ്ട്. വീടിന്റെ മുറ്റത്ത് തുളസി നട്ടുപിടിപ്പിക്കുന്നത് വളരെ നല്ലതാണ്. വടക്ക് കിഴക്ക് ഭാഗത്താണ് തുളസിത്തറയ്ക്ക് ഉത്തമമായ സ്ഥാനം. എന്നാൽ മുൾച്ചെടികൾ, കള്ളിച്ചെടികൾ എന്നിവ വീടിനുള്ളിലോ മുറ്റത്തോ വളർത്താൻ പാടില്ല. ഇത് വീട്ടിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കും. റോസ് ചെടി വളർത്താം, കുഴപ്പമില്ല. എന്നാൽ ബോൺസായി മരങ്ങൾ വീടിനുള്ളിൽ വെക്കരുത്. അത് വളർച്ചയെ മുരടിപ്പിക്കുന്നതാണ്. നമ്മുടെ പുരോഗതിയെ അത് തടയുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. മണി പ്ലാന്റ് വളർത്തുന്നത് സാമ്പത്തിക നേട്ടത്തിന് നല്ലതാണ്. അത് തെക്ക് കിഴക്ക് ഭാഗത്ത് വെക്കുന്നതാണ് ഉത്തമം. വീടിന്റെ വടക്ക് കിഴക്ക് ഭാഗം എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കണം. അവിടെയാണ് പോസിറ്റീവ് എനർജി ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത്. അവിടെ ഭാരമുള്ള സാധനങ്ങൾ വെക്കരുത്. ചെരുപ്പുകൾ വെക്കരുത്. ആ ഭാഗം എപ്പോഴും തുറന്നതും പ്രകാശം നിറഞ്ഞതുമായിരിക്കണം. അവിടെ ഒരു ചെറിയ പൂജാമുറി പണിയുന്നതോ അല്ലെങ്കിൽ ദൈവങ്ങളുടെ ഫോട്ടോ വെക്കുന്നതോ വളരെ നല്ലതാണ്. വീട്ടിൽ വെളിച്ചം കുറവുള്ള ഇടങ്ങൾ ഉണ്ടാകാൻ പാടില്ല. ഇരുട്ട് നിറഞ്ഞ മൂലകളിൽ നെഗറ്റീവ് എനർജി തളം കെട്ടി നിൽക്കും. സന്ധ്യസമയത്ത് വീടിന്റെ എല്ലാ ഭാഗത്തും വെളിച്ചമെത്തണം. അതാണ് വിളക്ക് വെക്കണം എന്ന് പറയുന്നത്. വിളക്കിന്റെ വെളിച്ചം എല്ലാ ദോഷങ്ങളെയും അകറ്റും. ഇലക്ട്രോണിക് സാധനങ്ങൾ കേടായാൽ അത് ഉടൻ തന്നെ നന്നാക്കുകയോ മാറ്റുകയോ ചെയ്യണം. കേടായ TV, മിക്സി, ഫാൻ തുടങ്ങിയവ വീട്ടിൽ വെക്കുന്നത് രാഹു ദോഷത്തിന് കാരണമാകും. അതുപോലെ തന്നെ പൊട്ടിയ പാത്രങ്ങൾ ഉപയോഗിക്കരുത്. വിള്ളൽ വീണ കപ്പിലോ പ്ലേറ്റിലോ ഭക്ഷണം കഴിക്കുന്നത് ദാരിദ്ര്യം വിളിച്ചു വരുത്തും. പൊട്ടിയ ചില്ലുകൾ ഉടൻ തന്നെ ഒഴിവാക്കണം. ചിലർ പഴയ തുരുമ്പിച്ച സാധനങ്ങൾ വീടിന്റെ ടെറസിന് മുകളിൽ കൊണ്ടുപോയി ഇടാറുണ്ട്. ഇതും വലിയ ദോഷമാണ്. വീടിന്റെ തലഭാഗമാണ് ടെറസ്. അവിടെ ഭാരം കയറ്റിവെക്കുന്നത് വീട്ടിലുള്ളവരുടെ മനസ്സിന് ഭാരം നൽകും. ടെറസ് എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുക. കുട്ടികളുടെ പഠനമുറിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നോക്കാം. കുട്ടികൾ പഠിക്കുമ്പോൾ കിഴക്കോട്ടോ വടക്കോട്ടോ തിരിഞ്ഞിരുന്ന് പഠിക്കുന്നതാണ് നല്ലത്. അവരുടെ പഠനമേശയിൽ അനാവശ്യമായ സാധനങ്ങൾ കുത്തിനിറയ്ക്കരുത്. പുസ്തകങ്ങൾ അടുക്കും ചിട്ടയോടും കൂടി വെക്കണം. സരസ്വതി ദേവിയുടെ ഒരു ചെറിയ ചിത്രം പഠനമേശയിൽ വെക്കുന്നത് കുട്ടികൾക്ക് ഏകാഗ്രത കിട്ടാൻ സഹായിക്കും. അതുപോലെ പഠനമുറിയിൽ പച്ച നിറത്തിലുള്ള കർട്ടനുകൾ ഉപയോഗിക്കുന്നത് ബുദ്ധിശക്തി വർദ്ധിക്കാൻ സഹായിക്കും. വീടിന്റെ മധ്യഭാഗം ബ്രഹ്മസ്ഥാനമാണ്. അവിടെ കുഴികൾ ഉണ്ടാകാനോ ഭാരമുള്ള സാധനങ്ങൾ വെക്കാനോ പാടില്ല. പണ്ടുള്ള വീടുകളിൽ നടുമുറ്റമുണ്ടായിരുന്നു. ആകാശം കാണുന്ന രീതിയിൽ തുറന്ന സ്ഥലം. ഇന്നത്തെ ഫ്ളാറ്റുകളിലും ചെറിയ വീടുകളിലും അതിന് സൗകര്യമില്ല. എങ്കിലും വീടിന്റെ നടുഭാഗം കഴിയുന്നത്ര ഒഴിച്ചിടാൻ ശ്രമിക്കുക. അവിടെ ഡൈനിങ് ടേബിൾ ഇടുന്നതിൽ തെറ്റില്ല. പക്ഷെ വലിയ തൂണുകളോ പടികളോ അവിടെ വരാൻ പാടില്ല. വീട്ടിലെ പൈപ്പുകളിൽ നിന്ന് വെള്ളം ലീക്ക് ചെയ്യുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? തുള്ളിത്തുള്ളിയായി വെള്ളം പോകുന്നത് ചെറിയ കാര്യമായി നമ്മൾ കണ്ടേക്കാം. പക്ഷേ വാസ്തുപ്രകാരം അത് പണം ചോർന്നു പോകുന്നതിന്റെ ലക്ഷണമാണ്.
പൈപ്പുകൾ കേടായാൽ ഉടൻ തന്നെ അത് നന്നാക്കണം. വെള്ളം അനാവശ്യമായി കളയുന്നത് വരുണദേവന്റെ കോപത്തിന് കാരണമാകും. അതുപോലെ ബാത്റൂമിന്റെ വാതിൽ എപ്പോഴും അടച്ചിടാൻ ശ്രദ്ധിക്കണം. ബാത്റൂമിൽ നിന്നുള്ള നെഗറ്റീവ് എനർജി വീടിനുള്ളിലേക്ക് വരാതിരിക്കാനാണത്. ബാത്റൂമിൽ ഒരു ചെറിയ പാത്രത്തിൽ കല്ലപ്പൂ വെക്കുന്നത് നെഗറ്റീവ് എനർജിയെ വലിച്ചെടുക്കാൻ സഹായിക്കും. ആഴ്ചയിലൊരിക്കൽ ഈ ഉപ്പ് മാറ്റി കൊടുക്കണം. വീടിന്റെ ചുമരുകളുടെ നിറത്തിനും പ്രാധാന്യമുണ്ട്. കടും നിറങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. മനസ്സിന് സമാധാനം നൽകുന്ന ഇളം നിറങ്ങളാണ് വീടിനുള്ളിൽ അടിക്കേണ്ടത്. വെള്ള, ക്രീം, ഇളം മഞ്ഞ, ഇളം നീല തുടങ്ങിയ നിറങ്ങൾ നല്ലതാണ്. ചുവപ്പ്, കറുപ്പ് തുടങ്ങിയ നിറങ്ങൾ മനസ്സിന് അസ്വസ്ഥതയുണ്ടാക്കും. കിടപ്പുമുറിയിൽ പിങ്ക് നിറം നൽകുന്നത് ദമ്പതികൾക്കിടയിൽ സ്നേഹം വർദ്ധിക്കാൻ സഹായിക്കും. വീട്ടിൽ എപ്പോഴും ഒരു മണമുണ്ടാകണം. നല്ല സുഗന്ധം. ചന്ദനത്തിരിയുടെയോ സാമ്പ്രാണിയുടെയോ ഗന്ധം വീട്ടിൽ നിറയുന്നത് ദൈവസാന്നിധ്യം ഉറപ്പാക്കും. ദുർഗന്ധമുള്ളയിടത്ത് ലക്ഷ്മി ദേവി നിൽക്കില്ല. അതുകൊണ്ട് വീട് എപ്പോഴും വൃത്തിയായി വെക്കുകയും നല്ല സുഗന്ധം പരത്തുകയും ചെയ്യുക. രാവിലെയും വൈകുന്നേരവും സാമ്പ്രാണി പുകയ്ക്കുന്നത് വീടിനുള്ളിലെ അണുക്കളെ നശിപ്പിക്കാനും പോസിറ്റീവ് എനർജി നൽകാനും സഹായിക്കും. മറ്റൊരു പ്രധാന കാര്യമാണ് ഉപ്പ്. ഉപ്പിന് നെഗറ്റീവ് എനർജിയെ വലിച്ചെടുക്കാനുള്ള കഴിവുണ്ട്. വീട് തുടയ്ക്കുമ്പോൾ വെള്ളത്തിൽ ലേശം കല്ലപ്പൂ ഇട്ട് തുടയ്ക്കുന്നത് വളരെ നല്ലതാണ്. അത് തറയിലുള്ള എല്ലാ ദോഷങ്ങളെയും നീക്കം ചെയ്യും. അതുപോലെ വീടിന്റെ ഓരോ മൂലയിലും ഒരു ചെറിയ ഗ്ലാസ്സിൽ ഉപ്പ് വെക്കുന്നതും നല്ലതാണ്. പക്ഷേ ഇത് ഇടയ്ക്കിടെ മാറ്റാൻ മറക്കരുത്. നമ്മുടെ വസ്ത്രധാരണത്തിലും ശ്രദ്ധിക്കണം. കീറിയതോ മുഷിഞ്ഞതോ ആയ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് വീട്ടിൽ നടക്കരുത്. ഇത് ദാരിദ്ര്യ ലക്ഷണമാണ്. കുളി കഴിഞ്ഞ് തോർത്തുമുണ്ട് നടുക്ക് കെട്ടുന്ന ശീലം ചിലർക്കുണ്ട്. ഇത് ഒഴിവാക്കണം. അതുപോലെ നനഞ്ഞ തുണികൾ വീടിനുള്ളിൽ ഇട്ടിരിക്കുന്നത് ഒഴിവാക്കുക. അത് ഉണക്കാൻ പുറത്ത് സ്ഥലം കണ്ടെത്തുക. വീടിനുള്ളിൽ നനവ് തങ്ങി നിൽക്കുന്നത് ആരോഗ്യത്തിനും വാസ്തുവിനും നല്ലതല്ല. ഭക്ഷണം കഴിക്കുമ്പോൾ കിഴക്കോട്ട് നോക്കിയിരുന്ന് കഴിക്കുന്നത് ആയുസ് വർദ്ധിപ്പിക്കും. വടക്കോട്ട് നോക്കിയിരിക്കുന്നത് സമ്പത്ത് നൽകും. പടിഞ്ഞാറോട്ട് നോക്കിയിരിക്കുന്നത് പ്രശസ്തി നൽകും. എന്നാൽ തെക്കോട്ട് നോക്കിയിരുന്ന് ഭക്ഷണം കഴിക്കരുത്. അത് ദോഷമാണ്. ഭക്ഷണം കഴിക്കുന്ന പാത്രം മടിയിൽ വെച്ച് കഴിക്കരുത്. അത് മേശപ്പുറത്തോ തറയിലോ വെച്ച് കഴിക്കുക. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ ചെറിയ കാര്യങ്ങളാണ്. ഇതിന് പണം ചിലവാക്കേണ്ട കാര്യമില്ല. ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. നമ്മൾ എവിടെ സാധനങ്ങൾ വെക്കുന്നു, എങ്ങനെ അത് ഉപയോഗിക്കുന്നു എന്നതിലാണ് കാര്യം. വീട് എന്ന് പറയുന്നത് കല്ലും സിമന്റും കൊണ്ടുണ്ടാക്കിയ വെറുമൊരു കെട്ടിടമല്ല. അതൊരു ജീവനുള്ള വസ്തുവിനെ പോലെയാണ്. നമ്മൾ അതിനെ എങ്ങനെ സ്നേഹിക്കുന്നുവോ അതുപോലെ അത് നമ്മളെയും സംരക്ഷിക്കും. വീടിന്റെ ഓരോ കോണിലും ദൈവസാന്നിധ്യം ഉണ്ട് എന്ന് വിശ്വസിക്കുക. അലക്ഷ്യമായി സാധനങ്ങൾ വലിച്ചുവാരി ഇടാതെ അടുക്കും ചിട്ടയോടും കൂടി വെക്കുക. അത് മനസ്സിന് തന്നെ ഒരു സമാധാനം നൽകും. മനസ്സിൽ സമാധാനമുണ്ടെങ്കിൽ അവിടെ ഐശ്വര്യം താനേ വരും. നിങ്ങളുടെ വീട്ടിൽ ഈ പറഞ്ഞ മാറ്റങ്ങൾ ഒന്ന് വരുത്തി നോക്കൂ. ഉറപ്പായും നിങ്ങൾക്ക് അതിന്റെ വ്യത്യാസം മനസ്സിലാകും. വഴക്കുകൾ കുറയും, അസുഖങ്ങൾ മാറും, സാമ്പത്തികമായ തടസ്സങ്ങൾ നീങ്ങും. നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറമാണ് ഈ പ്രപഞ്ചത്തിലെ ഊർജത്തിന്റെ ശക്തി. അത് ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്തിയാൽ ജീവിതം തന്നെ മാറിമറിയും. ഈ അറിവുകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വാസ്തു എന്നത് വലിയ വീടുകൾക്ക് മാത്രമല്ല, ഒരു ചെറിയ വാടക വീട്ടിൽ താമസിക്കുന്നവർക്കും ഇത് ബാധകമാണ്. അവിടെയും നമ്മൾ വെക്കുന്ന സാധനങ്ങൾക്ക് സ്ഥാനമുണ്ട്. അതുകൊണ്ട് ഇന്ന് തന്നെ നിങ്ങളുടെ വീട്ടിലെ സാധനങ്ങളുടെ സ്ഥാനം ഒന്ന് പരിശോധിക്കുക. മാറ്റേണ്ടത് മാറ്റുക, നന്നാക്കേണ്ടത് നന്നാക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഇത് ഷെയർ ചെയ്തു കൊടുക്കുക. കാരണം അവരും അറിയാതെ ചെയ്യുന്ന ചെറിയ തെറ്റുകളാവാം അവരുടെ വലിയ പ്രശ്നങ്ങൾക്ക് കാരണം. അവർക്കും ഇതൊരു ആശ്വാസമാകട്ടെ. നല്ല കാര്യങ്ങൾ പങ്കുവെക്കുന്നത് വലിയൊരു പുണ്യമാണ്. അതുപോലെ ഒരു പ്രത്യേക കാര്യം കൂടി പറയാനുണ്ട്. വരുന്ന പൗർണമി ദിവസം ഞാൻ ക്ഷേത്രത്തിൽ ഒരു പ്രത്യേക പൂജ നടത്തുന്നുണ്ട്. നക്ഷത്രദോഷങ്ങൾ മാറാനും കുടുംബ ഐശ്വര്യത്തിനും വേണ്ടിയുള്ള പൂജയാണ്. ഈ പൂജയിൽ നിങ്ങളുടെ പേര് നക്ഷത്രവും ഉൾപ്പെടുത്തണമെന്ന് ആഗ്രഹമുള്ളവർ താഴെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും കൃത്യമായി രേഖപ്പെടുത്തുക. തീർച്ചയായും ഞാൻ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതാണ്. ഒപ്പം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെയുള്ള ഉപകാരപ്രദമായ അറിവുകളുമായി ഞാൻ വീണ്ടും വരും. എല്ലാവർക്കും ഐശ്വര്യവും സമാധാനവും നിറഞ്ഞ ഒരു ജീവിതം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.